Good morning, students. Adutha university question idana. Find the Fourier cosine transform of the function f of x equal to x if 0 less than x less than a, 0 if x greater than a. The July 2021 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KTU ചോദിച്ചതാണ്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? Fourier cosine transform ആണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം Fourier cosine transformന്റെ ഫോർമുല എഴുതാം. FCS. എന്താണ് ഫോർമുല? റൂട്ട് ഓഫ് 2 by pi integral 0 to infinity f of x cos sx dx. That formula. First we write the formula. Root of 2 by pi integral 0 to infinity f of x cos sx dx. Formula. But f of x എന്ന ഫംഗ്ഷൻ ഏതാണ്? ഇന്റഗ്രൽ റൂട്ട് ഓഫ് 2 by pi. ഇവിടെ നമുക്ക് 0 to a ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? x ആണ്. f of x ന് x കൊടുക്കാം. cos sx dx. All other cases function value will be 0 ആണ്. അപ്പോൾ നമ്മുടെ 0 to infinity എന്നുള്ളത് റെഡ്യൂസ് ചെയ്ത് എന്തിലേക്ക് മാറി? 0 to a ലേക്ക് മാറി. കാരണം 0 to a ൽ മാത്രമേ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഉള്ളൂ. All other cases function value will be 0. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ x നെ ഫസ്റ്റ് ഫംഗ്ഷൻ എടുക്കാം, cos x നെ സെക്കൻഡ് ഫംഗ്ഷൻ എടുക്കാം. നമുക്ക് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം ബൈ യൂസിങ് gen റൂൾ ഫോർ ഇന്റഗ്രേഷൻ. gen റൂൾ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആദ്യം പ്ലസ് ആണ് ഇടുന്നത്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻടു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് cos x ന്റെ ഇന്റഗ്രൽ എന്താണ്? sin sx by s minus derivative of x എത്രയാണ്? 1. sin sx by s ന്റെ ഇന്റഗ്രേഷൻ എന്താണ്? minus cos sx by s square. ഇന്റഗ്രേഷൻ പാർട്ട് കഴിഞ്ഞു. ഇന്റഗ്രേഷൻ നമ്മൾ ഉപയോഗിച്ച ഫോർമുല ജനറൽ റൂൾ ഫോർ ഇന്റഗ്രേഷൻ. ഇവിടെ x നെ നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുത്തു, cos sx നെ നമ്മൾ സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുത്തു. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻടു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് cos sx ന്റെ ഇന്റഗ്രൽ sin sx by s മൈനസ്. ആദ്യം പ്ലസ് ഇട്ടാൽ പിന്നെ മൈനസ് ഇടണം. ഈ x ന്റെ ഡെറിവേറ്റീവ് ഇവിടെ എഴുതുന്നു 1. sin sx by s ന്റെ ഇന്റഗ്രേഷൻ എന്താണ്? മൈനസ് cos s by s സ്ക്വയർ. വീണ്ടും ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ 1 ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പൊ ഇവിടെ വെച്ച് അത് തീരുകയാണ്. 0 to ഇനി ലിമിറ്റ് കൊടുക്കാം. ലിമിറ്റ് കൊടുക്കുമ്പോൾ റൂട്ട് ഓഫ് 2 by pi അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ a കൊടുക്കുക. x ന് a കൊടുക്കുമ്പോൾ a sin as. ഇവിടെ x ന് കൊടുക്കുമ്പോൾ a sin as by s പ്ലസ് ഇവിടെ x ന് a കൊടുക്കുമ്പോൾ cos as by s സ്ക്വയർ. ഇതാണ് അപ്പർ ലിമിറ്റ്. ഇത് നമുക്ക് ലോവർ ലിമിറ്റ് കൊടുക്കാം. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? x നമ്മൾ a കൊടുത്തപ്പോൾ a sin as by s പ്ലസ് cos as by s സ്ക്വയർ. അത് അപ്പർ ലിമിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ലോവർ ലിമിറ്റ് കൊടുക്കാം. ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ ആദ്യത്തെ ടേം 0 ആയി പോകും. രണ്ടാമത്തെ ടേം എന്ത് വരും? മൈനസ് ഓഫ് മൈനസ് പ്ലസ് cos 0 1 by s സ്ക്വയർ. അപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ എന്താണെന്ന് നോക്കാം. That is equal to FCS Fourier cosine transform is equal to root of 2 by pi into first term എന്താണ്? a sin as by s plus രണ്ടാമത്തെ ടേം എന്താണ്? cos as by s സ്ക്വയർ. രണ്ടാമത്തെ ടേം കിട്ടി. മൂന്നാമത്തെ ടേം എന്താണ്? മൈനസ് 1 by s സ്ക്വയർ. അപ്പൊ നമുക്ക് അവസാനം കിട്ടിയ റിസൾട്ട് FCS is equal to a sin as by s plus cos as by s സ്ക്വയർ മൈനസ് 1 by s സ്ക്വയർ. ഇതാണ് നമുക്ക് ഫൈനലി കിട്ടിയ Fourier cosine transform. Fourier cosine transformന്റെ ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ആൻസർ എന്താണ്? root of 2 by pi into a sin as by s plus cos as by s square minus 1 by s square. ഇത് ചെയ്യാനായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഫോർമുല ഏതാണ്? Fourier cosine transform FCS എന്ന് പറഞ്ഞാൽ root of 2 by pi integral 0 to infinity f of x cos sx dx. ഇവിടെ f of x എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 0 to a ഫംഗ്ഷന്റെ വാല്യൂ x ആണ്. In all other cases function value will be 0. അപ്പൊ നമ്മുടെ 0 to infinity എന്നുള്ള ലിമിറ്റ് റെഡ്യൂസ് ചെയ്ത് 0 to a ലോട്ട് ചുരുങ്ങും. 0 to a ഫംഗ്ഷന്റെ വാല്യൂ എന്ത് കൊടുക്കണം? x എന്ന് കൊടുക്കാം. അപ്പൊ x cos x. ഇനി അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേഷൻ ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിച്ച ഫോർമുല ഏതാണ്? ജനറൽ റൂൾ ഫോർ ഇന്റഗ്രേഷൻ. ജനറൽ റൂൾ ഫോർ ഇന്റഗ്രേഷൻ ആണ് നമ്മൾ അപ്ലൈ ചെയ്തത്. എന്താണ് ജനറൽ റൂൾ പറയുന്നത്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻടു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് derivative of first into integral of second.
ഇവിടെ എക്സ് നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുത്തു, രണ്ടാമത്തെ ഫംഗ്ഷൻ ആയിട്ട് എന്തെടുത്തു, കോസ് എസ് എക്സ് എടുത്തു. അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്തതിനു ശേഷം ലിമിറ്റ് അപ്ലൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് അവസാനം കിട്ടിയ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോമിന്റെ ആൻസർ എന്താണ്? റൂട്ട് ഓഫ് 2/π a sin as by s പ്ലസ് കോസ് as by s സ്ക്വയർ മൈനസ് 1/2. ഇത് എന്ത് ചോദിച്ച ചോദ്യമാണത്? ജൂലൈ 2021 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KTU ചോദിച്ചതാണ്. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ.